മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് പൊട്ടറ്റോയും വഴുതനങ്ങയും കൊണ്ടുള്ള മെഴുക്കുവരട്ടി. ആവശ്യമായിട്ടുള്ള സാധനം 2 പൊട്ടറ്റോ, 2 വഴുതനങ്ങ, 1 സവോള, 4-5 വെളുത്തുള്ളി, അത് നമ്മൾ ചതച്ചിടുവേ, പിന്നെ ഒരു 6 വറ്റൽമുളക്, അത് നമ്മൾ ക്രഷ് ചെയ്തിടും. വഴുതനങ്ങ ഇതുപോലെ നീളത്തിലരിയണം. ഇങ്ങനെയുള്ള പീസാക്കി അങ്ങ് മുറിച്ചിട്ട് ഇതുപോലെ നമ്മളത് കട്ട് ചെയ്യണേ. അതിനുശേഷം ഇത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. വഴുതനങ്ങ അരിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, അത് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ടേക്കണേ. ഇതിനൊരു കറയുണ്ട്, ആ കറ പോയി കിട്ടണം. കുറച്ച് കഴിയുമ്പോൾ കാണാം അതിൻ്റെ ആ കറ ഇളകി പോകുന്നത്. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ്. അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ നേരം ആദ്യം പൊട്ടറ്റോ ഒന്ന് വേവാറാകുമ്പോൾ, അതായത് ഒരു ഹാഫ് കുക്കൊക്കെ ആകുന്ന ഉടനെ ഇതിട്ടാൽ മതി. കാരണം അത്രയ്ക്കുള്ള വേവേ ഇതിനുള്ളൂ. നമ്മൾ അരിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതാണ്ട് ഒരുപോലെ ഇരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വേവ് ശരിയാകത്തില്ല. ഈ ബ്രിഞ്ചാൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ കറ പോകട്ടെ. എന്നിട്ട് 1-2 പ്രാവശ്യം അത് വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം. അതുപോലെ തന്നെ പൊട്ടറ്റോയും നമ്മൾ ഇതുപോലെ ആദ്യം ചെറിയ പീസാക്കണേ. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രിഞ്ചാളിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമ്മളത് അരിഞ്ഞെടുക്കണം. നമ്മൾ ഇത് അരിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇതിന്റെ കളർ പതുക്കെ മാറും. അങ്ങനെ മാറാതിരിക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്ന കാണാവേ. അപ്പൊ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണേ. നമ്മൾ ഈ പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. വഴുതനങ്ങയും അരിഞ്ഞു കഴിഞ്ഞു. നമ്മൾ സവോള ഇതുപോലെ നീളത്തില്, കാരണം ഇത് നമ്മൾ നീളത്തിലല്ലേ അരിഞ്ഞേക്കുന്നത്, അപ്പൊ അത് കാരണം ഈ സവോളയും ഞാൻ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇതുപോലെ ഈ കല്ല് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണേ. ഈ വറ്റൽമുളക് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതിനകത്ത് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ. 1 ടീസ്പൂൺ മതി. എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇതിലോട്ട് ഇറങ്ങണേ. 1 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വെളുത്തുള്ളി തന്നെ ഇടണ്ട. സവോള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ആദ്യം പൊട്ടറ്റോ ഞാൻ ഇടുന്നത്, അതിനുശേഷമേ നമ്മൾ ആ വഴുതനങ്ങ ഇടത്തുള്ളൂ. കാരണം വഴുതനങ്ങയ്ക്ക് അധികം അങ്ങോട്ടൊരു വേവില്ലല്ലോ. ഇത് ഈ ബട്ടറിൽ കിടന്നൊന്ന് മുരിഞ്ഞു വരണേ. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ബട്ടറിൽ ഇങ്ങനെ ഈ പൊട്ടറ്റോയും ഉള്ളിയും കൂടി വഴറ്റാൻ ഇട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണേ. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ഈ ബട്ടറിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് മൂക്കണം കേട്ടോ. അതിനൊരു മഞ്ഞളിനൊരു പച്ച ഒരു ചുവ ഇച്ചിരി കൂടുതലാണ്. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 6-7 വറ്റൽമുളകാണ് എടുത്ത് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊരു നോർമൽ എരിവ്. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, വറ്റൽമുളക് ഇട്ടു. ഇനിയിപ്പോൾ ഇത് നമുക്ക് സിമ്മിലേക്ക് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ വഴുതനങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്യത്തുള്ളേ. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒരു 3 മിനിറ്റോളമായി. ഇതിനകത്ത് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഇതിൻ്റെ ആ ഒരു ആവി ഉണ്ടല്ലോ, അതിനകത്ത് കിടന്നാണ് ഇത് വേവുന്നത് കേട്ടോ. ഈ വഴുതനങ്ങ ഞാൻ കഴുകി വെച്ചേക്കുവാണ്. നമ്മൾ വെള്ളത്തിലോട്ട് അരിഞ്ഞല്ലേ ഇട്ടേക്കുന്നത്. അത് കഴുകുമ്പോൾ ആ ഒരു വെള്ളത്തിന് വേറൊരു കളർ വരും, കാരണം അതിന്റെ കറയാണ് അത്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ വഴുതനങ്ങയ്ക്കും കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമല്ലോ. അപ്പൊ ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്വല്പം പെപ്പർ പൗഡർ, കുരുമുളകിന്റെ പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തെ. മെഴുക്കുവരട്ടിക്ക് എപ്പോഴും ഒരു സ്വല്പം എരിവ് വേണം, എന്നാലേ അതിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ച് എരിവ് മതിയെങ്കിൽ നിങ്ങളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഈ പെപ്പർ പൗഡറൊക്കെ എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ അടച്ചു വെച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണേ. ഇതിനകത്തുനിന്ന് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൊണ്ട് നമ്മുടെ ഈ പൊട്ടറ്റോയും വഴുതനങ്ങയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഇത് അടച്ചു വെച്ച് വേവിക്കാവേ. ഞാനിപ്പോൾ ഇത് സിമ്മിലാണ് ഇട്ടേക്കുന്നത് ഗ്യാസ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റായി. ഇനി ഇത് തുറന്ന് നോക്കാവേ. കണ്ടോ, വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ് വഴുതനങ്ങ. കുറച്ച് കറിവേപ്പില
കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇട്ടാലും മതി, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കണേ. ആ ബട്ടറിനകത്ത് കിടന്ന് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടണേ. ഇനി ഒരു സ്വല്പം ഫ്ലെയിം കൂട്ടി വെക്കാം. ഞാൻ ഇതുവരെയും സിമ്മിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, കാരണം ഇത് ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കാതെ ചെയ്യുന്ന മെഴുക്കുപുരട്ടിയാണ്. ഈ ബട്ടറിനകത്ത് കിടന്നാണ് അത് വെന്ത് കിട്ടിയത്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ബട്ടറിനകത്ത് കിടന്ന് ഒരു സ്വല്പം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിനായിട്ടാണ് ഞാൻ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചൊന്നും ഇടണ്ട, നമ്മൾ ഇതുപോലെ തുറന്നിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്ത് അത് വേവിച്ചെടുത്താൽ മതി. എപ്പോഴും ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് അല്ലേ, ഒരു കറിയായി ഈ മെഴുക്കുപുരട്ടികൾ. അത് നല്ല എരിവ് കുറഞ്ഞ ഒഴിച്ചുകറികളുടെ കൂടെ ഒക്കെ കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ്. എല്ലാ മെഴുക്കുപുരട്ടികളും ചമ്മന്തിയുടെ കൂടെ നന്നായിട്ട് ചേർന്ന് പോവേ. തേങ്ങ അരച്ച് വെച്ച എല്ലാ ഒഴിച്ചുകറികളുടെ കൂടെയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. എൻ്റെ ചാനലില് കുറെ ഒഴിച്ചുകറികളും ചമ്മന്തിയും എല്ലാം ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെമ്മീൻ തക്കാളി, അല്ലെങ്കിൽ കുമ്പളങ്ങ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, അല്ലെങ്കിൽ മുരിങ്ങിക്ക ഇട്ട ഒഴിച്ചുകറി, ചക്കക്കുരു മാങ്ങാക്കറി, അതെല്ലാം ചാനലിലുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കൂടെ ഇത് ഒരു എരിവുള്ള ഒരു ഐറ്റം അല്ലേ, അപ്പം ഇത് നന്നായിട്ട് അത് ചേർന്ന് പോകും. ഇത് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയി. ഇപ്പൊ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ പൊട്ടറ്റോയും വഴുതനങ്ങയും കൂടി ഇട്ടുള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ നന്നായിട്ട് പോകും. പിന്നെ ചപ്പാത്തിയുടെ കൂടെ രാത്രിയിലൊക്കെ ചപ്പാത്തി കഴിക്കുന്നവർക്ക് അതിന്റെ കൂടെ ഇത് നന്നായിട്ട് കഴിക്കാം കേട്ടോ. കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്